ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ഭാര്യ എന്നെ മറിച്ചെന്തെങ്കിലും ചെയ്താ അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അത്രയും സ്നേഹിക്കുന്ന പോലെ അത്രയും വെറുക്കാനും എനിക്ക് കഴിയും. ഞാനിപ്പോ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം താൻ എന്നോടൊപ്പം ജീവിക്കാൻ. മനസ്സിലുള്ള കാര്യം ഇയാളോട് പറഞ്ഞാലോ? ആദ്യം മൂഡ് എങ്ങനെയെന്ന് നോക്കാം. എന്താണ്, ഉറങ്ങാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? ഉറങ്ങണം. ഡ്രൈവർ പയ്യനിത് എങ്ങോട്ടാ? വെറുതെ. വെറുതെ ആണോ? എനിക്കിവിടെ ഒന്നിരിക്കേ, കുറച്ചേരം സംസാരിക്കല്ലോ. അത് കലക്കി. അപ്പോ നല്ല മൂടി തന്നെയാ. നല്ല സ്ഥലമല്ലേ? കൊള്ളാം. ശരിക്കും പറഞ്ഞ ഇവിടെ ഒറ്റയ്ക്കല്ല വരേണ്ടത്, ഭാര്യയും കൊണ്ടൊക്കെ വരണം. അതിന് തനിക്ക് ഭാര്യയില്ലല്ലോ. ഉടനെ ഉണ്ടാവുമല്ലോ. ഉടനെയോ? അതെ. മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞ് അയാളൊരു എസ് ഇങ്ങോട്ട് വരേണ്ട താമസമുള്ളൂ. താൻ ഇഷ്ടം പറയുമ്പോ അയാളുടെ എസ് തന്നെ പറയുന്ന എന്താ ഇത്ര ഉറപ്പ്? അങ്ങനെ ഉറപ്പൊന്നുമില്ല, എന്നാലും എസ് പറയും. പറയണം, കാരണം എന്റെ ഇഷ്ടം അത്രയ്ക്ക് സീരിയസാ. നമ്മൾ അത്രമേലൊരു കാര്യം ആഗ്രഹിച്ചാ അത് നമുക്ക് കിട്ടുന്നല്ലേ പറയാറ്. ഇതൊക്കെ ഓരോരുത്തര് വെറുതെ പറയുന്നല്ലേടോ, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ കിട്ടും. ആഗ്രഹിക്കുക മാത്രമല്ല, അതിനുവേണ്ടി കഷ്ടപ്പെടുകയും വേണം. അല്ലെങ്കിലും കഷ്ടപ്പെട്ട് കിട്ടുന്നതിന് വിലയുണ്ടാവും, അതേ നിലനിൽക്കൂ. അല്ല, തനിക്കെങ്ങനെ ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അതങ്ങ് തുറന്നു പറഞ്ഞൂടെ? എന്തിനെങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന? പറയുന്നതോടെ അതിനൊരു തീരുമാനമാവുമല്ലോ. പറയാൻ പോവാ ഞാൻ. പക്ഷെ പറയുമ്പോ ഇഷ്ടല്ലെന്ന് പറയുന്നൊരു പേടി. പറഞ്ഞു നോക്ക്, അപ്പോഴല്ലേ അറിയൂ. ചിലപ്പോ ആ ആൾക്കും ഇഷ്ടമാണെങ്കിലോ? ഇപ്പോ തന്നോടാണ് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമുള്ളതെങ്കിലോ താനെന്ത് തീരുമാനിക്കും? അതിപ്പോ എങ്ങനെ പറയാൻ പറ്റും? ആലോചിച്ചല്ലേ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. എടോ, ഇനി ഞാനെങ്ങാനും ആണോ തന്റെ മനസ്സിലുള്ള ആള്? അല്ലെന്ന് എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചോന്നേ ഉള്ളൂ. അല്ല, താൻ പോവാണോ? പോവോ? താൻ ഇവിടെ ഇരുന്നൊന്ന് ആലോചിച്ച് ഉടനെ ഒരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് ഇഷ്ടമായ ആളോട് ഉടനെ പറയാൻ നോക്ക്. ചിലപ്പോ അയാളും ഇത് കേൾക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നശിപ്പിച്ചു. നല്ലൊരു അവസരമായിരുന്നു, പറയാൻ പറ്റില്ല. ചന്ദ്രമേ, ഞാൻ വെറുതെ ആണെങ്കിൽ സാരമില്ല. അതല്ല, എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ അതങ്ങ് മതിയാക്കണം. മറ്റൊന്നും കൊണ്ടല്ല. ഇതുപോലൊരു ബന്ധത്തിന് രമാമയുടെ ഒരിക്കലും സമ്മതിക്കില്ല. ഞാൻ അറിഞ്ഞിടത്തോളം ആ കുട്ടി കുറെ കരഞ്ഞു കഴിഞ്ഞു. ഇനി ഇതും കൂടി അവളുടെ ജീവിതത്തിൽ ഒരു ദുരിതമായി മാറണ്ട. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ നമ്മൾ മറന്നാലും കേൾക്കുന്നവര് മറക്കണമെന്നില്ല. നമ്മുടെ വാക്കിൽ ചിലപ്പോ അവര് സ്വപ്നം കണ്ടു തുടങ്ങിയ പിന്നെ വെറുതെ പറഞ്ഞതാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മോനും ചിന്നുവും സ്നേഹിക്കേണ്ട പ്രായം തന്നെയാ. പരസ്പരം സ്നേഹിച്ചു എന്ന് കരുതി കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടുപേരുടെയും ജീവിത സാഹചര്യം വേറെയാ. അത്രയും സ്നേഹിച്ചിട്ട് അവസാനം അകന്നു പോകേണ്ടി വന്ന അത് ചിലപ്പോ താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാനുണ്ട് എന്നൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി ഇതിനെക്കുറിച്ച് മോൻ ആലോചിക്കാവൂ. ഇല്ലെങ്കിൽ അതിപ്പോ തന്നെ മറന്നേക്ക്.
വെറുതെ എന്തിനാ മനസ്സിനൊരു സ്വൈരക്കേട്? ആ താൻ ഇവിടെ ഉണ്ടായിരുന്നോ? സാറ് വന്നിട്ട് അപ്പുറത്തെ മുറിയിലോട്ട് പോവാന്ന് കരുതി. അതെ, ഞാനിപ്പോഴേ തന്റെ സാറല്ല, ഭർത്താവാ. ഈ സാറ് വിളി ചിലപ്പോഴൊക്കെ ബോറാവുന്നുണ്ട് കേട്ടോ. അത് അങ്ങനെ വിളിച്ച് ശീലമായി പോയോണ്ടാ. പോകെ പോകെ ഞാനത് മാറ്റിക്കോളാം. ആ ആയിക്കോട്ടെ. താൻ തന്റെ അച്ഛനും അമ്മയുടെ കഥയൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു എന്ന് മുത്തശ്ശി പറഞ്ഞു. താനെന്തിനാ അങ്ങനെയൊക്കെ കള്ളം പറയാൻ പോയത്? ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാ പോരായിരുന്നോ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത്. അല്ല, ഞാൻ എന്ത് കള്ളം പറഞ്ഞു? ഇനിയും ഞാനത് പറയണോ? താൻ അനാഥയാണെന്നും അച്ഛനെയും അമ്മയും ആരും കൊന്നൂന്നൊക്കെ ആദ്യമേ ഇവിടെ എല്ലാവരോടും പറയാറുന്നില്ലേ? എങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? ഇതിപ്പോ വെറുതെ. സോറി സാർ. സത്യം പറഞ്ഞ സാറും അമ്മയും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നോർത്ത് ഒറ്റ ബുദ്ധിയിൽ ചെയ്തു പോയതാ. പക്ഷെ ഇത് ഇത്രയും വലിയ പ്രശ്നമാവൂന്ന് സത്യം പറഞ്ഞ ഞാൻ കരുതിയില്ല. ഐ എം റിയലി സോറി. ഞാൻ സ്നേഹിച്ചതേ തന്നെയാ. താൻ അനാഥയാണെങ്കിലും അല്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമേ അല്ല. എന്നെപ്പോലെ തന്നെയാ അമ്മയും. മുത്തശ്ശി ഇപ്പോ എന്നോട് പറഞ്ഞത് അത് തന്നെയാ. തനിക്ക് ആരുമില്ല, തന്റെ കണ്ണ് നിറയാതെ നോക്കണമെന്ന്. എന്ത് കാര്യത്തിലും സത്യം സത്യമായിട്ട് തന്നെ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മനഃപൂർവ്വമായിട്ട് ഒളിക്കുന്ന കാര്യങ്ങൾക്കാ എപ്പോഴും തിരിച്ചടി കിട്ടുന്നത്. താൻ കള്ളം പറഞ്ഞിട്ടും ഇപ്പോഴും ഇവിടെ നിൽക്കുന്നതേ എനിക്ക് തന്നെ അത്രയ്ക്ക് ഇഷ്ടമായോണ്ടും ഒരബദ്ധം പറ്റിയതാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടുവാ. ഇപ്പോ താൻ എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കുന്നില്ലല്ലോ. ഏയ് ഇല്ല സർ. എന്റെ ഭാര്യ എന്നെ മറിച്ചെന്തെങ്കിലും ചെയ്താ അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റില്ല. അത്രയും സ്നേഹിക്കുന്ന പോലെ അത്രയും വെറുക്കാനും എനിക്ക് കഴിയും. ഞാനിപ്പോ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം താൻ എന്നോടൊപ്പം ജീവിക്കാൻ.